മിക്കവാറും ആളുകൾ 10ാം ക്ലാസ് കഴിഞ്ഞു, കുറേ മാർക്കുണ്ട്, അപ്പോൾ +2 സയൻസ് എടുക്കും. എന്തിനാ +2 സയൻസ് എടുത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കാണില്ല. നിങ്ങൾ അതുപോലെ ഒരാളാണ്. എന്നാൽ അതുപോലെ ആവരുത്. കരിയർ പ്ലാനിങ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അല്ലെങ്കിൽ ആംബിഷൻ എന്താണോ, അവിടുന്ന് താഴോട്ട് കോഴ്സുകൾ ഡിസൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നിങ്ങൾ +1 ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തായി തീരണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവണം. ഫോർ എൻ എക്സാമ്പിൾ, നിങ്ങൾക്ക് UK-ലോ US-ലൊക്കെ പോയി സെറ്റിൽ ആവാനാണ് ആഗ്രഹം. ഒരു നഴ്സിംഗ് കരിയർ ചൂസ് ചെയ്തുകൊണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ +1 പോയി ഹ്യൂമാനിറ്റിക്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്കൊരു ജേർണലിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കാം. +2 ബയോസയൻസ് എടുത്ത് പഠിച്ച് അതിനുശേഷം ജേർണലിസത്തിന് പോകുന്നതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഥയൊക്കെ പറയാൻ പറ്റുന്നെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് അതിനുശേഷം ജേർണലിസം ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടൊരു CA-കാരനാവണമെന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആവണം. സോ സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ CA-ലോട്ട് വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ കൊമേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. കരിയർ പ്ലാനിങ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും കെയർഫുൾ ആയിട്ട് എടുക്കുക. ചേസ് യുവർ ഡ്രീംസ്.